ഹരിച്ചേട്ടാ, നമസ്കാരം. നമസ്തേ. ഹരിച്ചേട്ടാ, 43 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി. കുവൈറ്റിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അദ്ദേഹം കുവൈറ്റിലുള്ള ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തു. അവിടുത്തെ രാജാവിൻ്റെ, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾ പങ്കെടുത്തു. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ പ്രധാനമന്ത്രിയുടെ ഈ കുവൈറ്റ് സന്ദർശനത്തെ? എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? ഒന്ന് വിശദീകരിക്കാമോ? പ്രശാന്ത് പറഞ്ഞത് വളരെ ശരിയാണ്. 1981 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കുവൈത്ത് സന്ദർശനത്തിന് ശേഷം ഇതുവരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അറബിക്കടലിന്റെ ഇരുഭാഗങ്ങളിലായിട്ട് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും കുവൈറ്റ്. ഇവിടുന്ന് ഒരു 4 മണിക്കൂർ കൊണ്ട് കുവൈറ്റിലെത്താം. പക്ഷേ പ്രധാനമന്ത്രി ഇപ്പം ശ്രീ നരേന്ദ്രമോദി തന്നെ പറഞ്ഞതുപോലെ വെറും 4 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ഈ രാജ്യത്തില് കഴിഞ്ഞ 43 വർഷമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയിട്ടില്ല. അത് ഒരു തരത്തിലൊരു അത്ഭുതമാണ്. അത് പ്രത്യേകിച്ച് ഇന്ത്യയും കുവൈറ്റും തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. അതെ. അത് ഞാൻ അതിലേക്ക് എത്താം. അതിനു മുമ്പ് പ്രശാന്ത് ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. ഇപ്പം നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾ എന്ന് പറയുന്നത് അതിന് ഒരു ഒറ്റ മാനം മാത്രമല്ല. അതായത് സാധാരണ പ്രധാനമന്ത്രിമാര് അല്ലെങ്കിൽ പ്രസിഡന്റുമാര് വിദേശത്ത് പോകുമ്പോൾ അവിടെ അവിടുത്തെ രാഷ്ട്രത്തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു, ചില കരാറുകളിൽ ഒപ്പുവെക്കുന്നു, തിരിച്ചു പോരുന്നു. പക്ഷെ മോദിയുടെ വിദേശ സന്ദർശനങ്ങൾ വേറിട്ട് നിൽക്കുന്നത് അത് ആ രാജ്യത്തെ ഡയസ്പോറ, അതായത് ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരായി അവിടെ താമസിക്കുന്ന പ്രവാസികൾ, പിന്നെ ഇന്ത്യൻ വംശജർ, ചില രാജ്യത്ത് ഇപ്പം US-ലൊക്കെ ചെന്നാൽ ഇന്ത്യൻ വംശജരായ US പൗരന്മാരുണ്ട്. അവര് പിന്നെ ഇന്ത്യയിൽ നിന്ന് അവിടെ ജോലിക്കായിട്ട് അവിടെ എത്തിയ വിസയുള്ള പ്രവാസികള്, ഇവരുടെയൊക്കെ മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും അവിടെ വെച്ച് അദ്ദേഹം ഇന്ത്യയുടെ സംസ്കാരത്തെയും മതം ഉൾപ്പെടെയുള്ളതിനെ തന്നെ അദ്ദേഹം ഊന്നി പറയുകയും ചെയ്യും. അപ്പൊ അദ്ദേഹം തൻ്റെ സംസ്കാരത്തിലും തൻ്റെ വിശ്വാസത്തിലും ഉറച്ചു നിന്നുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ പോയി ഇടപെടുന്നത്. ഇതാണ് എൻ്റെ നോട്ടത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ മറ്റ് നേതാക്കന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനാക്കുന്ന ഘടകം. ഗൾഫ് രാജ്യങ്ങളിലായാലും അദ്ദേഹം ഇതിലൊരു മാറ്റവും അദ്ദേഹം വരുത്താറില്ല. അപ്പൊ ഞാൻ ഈ അവസരത്തിൽ ഞാൻ ആലോചിക്കുന്നത്, ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് തൊട്ടു മുമ്പ് കേരളത്തിലാകെ ഒരു വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അതായത് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ഈ മലയാളികളെയൊക്കെ ഗൾഫിൽ നിന്ന് ഓടിച്ചുവിടും. അതുപോലെ മോദി മുസ്ലിം വിരുദ്ധനാണ്, അദ്ദേഹത്തിനെ ഗൾഫിൽ അംഗീകരിക്കും. പക്ഷേ ഞാൻ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഗൾഫുമായിട്ടുള്ള ബന്ധത്തെ ഏറ്റവും ഊഷ്മളമാക്കി, ഗൾഫുമായിട്ടുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുകയും ഇത്രയധികം ഗൾഫുമായി ബന്ധമുണ്ടാക്കിയ മറ്റൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ എനിക്ക് ഓർമ്മിക്കാൻ പറ്റും. പിന്നെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോഴൊന്നും അദ്ദേഹം ആവശ്യമില്ലാത്ത മതേതരത്വമൊന്നും കാണിക്കാറില്ല. അദ്ദേഹം സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുണ്ട്. എന്നാൽ ഗൾഫിലെ വിശ്വാസം ഇസ്ലാമിക രാജ്യങ്ങളാണ്, അവരുടെ വിശ്വാസത്തെ പൂർണ്ണമായി ബഹുമാനിച്ചു ഒരു പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ഇടപെടലുകളാണ് നടക്കുന്നത്. ഇപ്പം അതിന്റെ ഒരു ഉദാഹരണമല്ലേ UAE-യിൽ അബുദാബിയിൽ ഉയർന്നു വന്ന ഹിന്ദു ക്ഷേത്രം. അത് ഒരു ഡിപ്ലോമസിയുടെ ഭാഗമാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം, നമ്മുടെ വ്യക്തിത്വം കളഞ്ഞുകൊണ്ടല്ല മറ്റൊരാളുമായിട്ട് ഇടപെടണം. ഞാൻ പ്രശാന്തുമായിട്ട് ഇടപെടുമ്പോൾ ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചിട്ടല്ല, പകരം ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, എൻ്റെ വിശ്വാസങ്ങളിലും എൻ്റെ സംസ്കാരവും ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നു. നമ്മൾ കൊടുക്കൽ വാങ്ങൽ നടക്കും. നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, നിങ്ങൾ എന്നെയും ബഹുമാനിക്കുന്നു. ഇതാണ് മോദിയുടെ സന്ദർശനങ്ങളുടെ എല്ലാം പ്രത്യേകത. ഇനി ഞാൻ ഗൾഫിലേക്ക് വരാം. അതായത് ഗൾഫിലെ ഗൾഫ് GCC എന്ന് പറയുന്ന ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ അവസാനം അദ്ദേഹം സന്ദർശിക്കുന്ന രാജ്യമാണ് കുവൈത്ത്. അപ്പം പിന്നെ ഇതിനു മുമ്പ് ബാക്കി എല്ലാ രാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചു. ഇതാണ് അതിനകത്തില് പ്രശാന്ത് ചോദിക്കും. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത്, അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിൽ അദ്ദേഹം നമ്മുടെ അങ്ങ് പറഞ്ഞതുപോലെ പ്രവാസികളായ ഇന്ത്യക്കാരുടെ ലേബർ ക്യാമ്പുകൾ സന്ദർശിച്ചു, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു, അവരോടൊപ്പം ചായ കുടിച്ചു,
ആഹാരം കഴിച്ചു, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചു. പ്രത്യേകിച്ച് ഇപ്പോൾ അവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടായി, 10-45 പേര് മരിക്കുകയൊക്കെ ചെയ്തതാണ്. ഇന്ത്യക്കാർ ഒരുപാട് പേര് അതെ. മരിച്ചു അതിൽ. ഈ സാഹചര്യത്തിൽ ഈ നരേന്ദ്രമോദിയുടെ ഈ നീക്കത്തിന് ഒരു നയതന്ത്ര തലത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അങ്ങ് എങ്ങനെയാണ്? അങ്ങ് നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത ആളാണ്, വിദേശ പത്രങ്ങളിൽ ജോലി ചെയ്ത ആളാണ്. അങ്ങേക്ക് എന്താണ് ഈ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ ഈ ഒരു നീക്കം പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അതായത് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ തുടക്കം തന്നെ ഹാലാ മോദി എന്ന് പറഞ്ഞൊരു അറബിക് വാക്ക്, അതായത് ഹലോ മോദി. ആ ഹാലാ മോദി എന്ന് പറയുന്ന ഒരു ഇവന്റ് ഞാൻ മനസ്സിലാക്കുന്നത് കുവൈറ്റ് ടൈംസ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ കുവൈറ്റ് ടൈംസ് ഒക്കെ എഴുതിയിരിക്കുന്നത് ഏതാണ്ട് തലേ ദിവസം തന്നെ ആ സ്റ്റേഡിയത്തിലെ സീറ്റ് മുഴുവൻ തന്നെ റിസർവ് ആയി. അപ്പൊ അത്രയധികം പിന്നെ ആവേശത്തോടാണ് പ്രവാസികളായ ഇന്ത്യക്കാര് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പം ഈ പങ്കെടുക്കുന്നത് മാത്രമല്ല, അദ്ദേഹം വളരെ പിന്നെ അർത്ഥവത്തായ ചില കാര്യങ്ങളൂടെ അവിടെ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം 101 വയസ്സുള്ള ഒരു പഴയ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്, അതായത് ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നു. ഇന്ത്യക്കാരനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹവുമായിട്ടൊരു കൂടിക്കാഴ്ച നടന്നത്. പിന്നെ മഹാഭാരതവും രാമായണവും അറബിക്കിലേക്ക് തർജ്ജിമ ചെയ്ത 2 കുവൈത്തികളുണ്ട്. അവരുമായിട്ടും അദ്ദേഹം അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നെ അദ്ദേഹം ഇനി പങ്കെടുക്കാൻ 2 ദിവസത്തെ സന്ദർശനമാണ്. പങ്കെടുക്കാൻ പോകുന്ന ഒരു ഈവന്റ് എന്ന് പറയുന്നത്, ഒരു പരിപാടി എന്ന് പറയുന്നത് അവിടുത്തെ ഗൾഫ് GCC ഫുട്ബോൾ മത്സരമാണ്. അത് അവിടെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം സ്വീകരണം തന്നെ. അല്ല, എനിക്കത് അറിഞ്ഞുകൂടാ, അത് കൃത്യമായിട്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ അതിൽ ആ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. പിന്നീട് അതുകൂടാതെ അദ്ദേഹം കുവൈറ്റ് അമീർ ആയ മെഷാൽ ഡോക്ടർ അഹമ്മദ് അൽ ജാബർ അൽ സാബ, ഹിസ് ഹൈനസ് മെഷാൽ അഹമ്മദ് അൽ ജാബർ അൽ സാബ, അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹം കുവൈറ്റിലെ രാജകുമാരനുമായിട്ട് ന്യൂയോർക്കിൽ വെച്ച് അദ്ദേഹം കൂടി കണ്ടിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന്റെ സന്ദർശനത്തില് പിന്നെ ഇന്ത്യയും പിന്നെ കുവൈറ്റുമായിട്ടുള്ള ഒരുപാട് കരാറുകൾ ഇനി ഒപ്പുവെക്കാൻ പോകുന്നുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മോദിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതായത് അത് പിന്നെ ഇന്ത്യ ടെക്നിക്കലി വളരെ മുന്നേറിയ ഒരു രാജ്യം, അതായത് സാങ്കേതിക വിദ്യയിൽ. അതുപോലെ തന്നെ നമുക്ക് വിദ്യാസമ്പന്നരായ ഒരു വലിയ വിഭാഗം ആൾക്കാർ, ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ തന്നെ കുവൈത്തിന് ഇന്ത്യയിൽ നിന്നും പ്രയോജനപ്പെടുത്താവുന്ന മേഖലകളാണ്. ഇത് അദ്ദേഹം ഊന്നി പറയുന്നത് ഒരു കാരണമുണ്ട്. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ, അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യ കച്ചവടം നടത്തുന്നത് GCCയെ മൊത്തമായിട്ട് എടുത്താൽ, ഒറ്റ രാജ്യമായിട്ട് എടുത്താൽ, GCC ഗൾഫിലെ അബുദാബി UAE തൊട്ട് സൗദി വരെ ഒറ്റ രാജ്യമായിട്ട് എടുത്താൽ GCC കൗൺസിലാണ്, അവരുമായിട്ടാണ്. അപ്പം അത് നമ്മുടെ മനസ്സിലുണ്ട്. അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആണ് GCC. അതുകൊണ്ട് തന്നെ GCCയുടെ സുസ്ഥിരതയിൽ, സമാധാനത്തിൽ ഇന്ത്യക്ക് വലിയ താല്പര്യം. മനസ്സിലായി? അവിടെ എന്നും സമാധാനം അത് വളരെ കൃത്യമായി അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം ചില കാര്യങ്ങൾ അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. പണ്ട് കുവൈത്തൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അവിടെ ഉപയോഗിച്ചിരുന്ന കറൻസി രൂപയാണ്, ഇന്ത്യൻ റുപ്പിയാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. ബൈസ എന്നാണ് ഇപ്പോഴും ഒമാനിലൊക്കെ ബൈസ എന്ന് തന്നെയാണ് ചെറിയ ഡിനോമിനേഷനുള്ള അവരുടെ തുകയ്ക്ക് പറയുന്നത്. അതായത് റിയാലാണ്, പിന്നല്ലാതെ നമ്മുടെ പൈസ തന്നെ ആയിരുന്നു. അതായത് ഇതെല്ലാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ട് ഇന്ത്യൻ കറൻസി ആയിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ അവിടെ ലീഗൽ ടെൻഡർ. അപ്പോ ഇന്ത്യൻ കറൻസിയാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ പിന്നെ ഇന്ത്യയിലുള്ള ആഭരണങ്ങളാണ് കുവൈത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. കുവൈത്തിൽ നിന്നും ഇന്ത്യ വാങ്ങിച്ചിരുന്ന എണ്ണ അവിടെ കണ്ടെത്തുന്നതിന് മുമ്പ് അവിടെ നിന്നുള്ള മുത്തുകളും പവിഴങ്ങളും ഇന്ത്യ വാങ്ങിച്ചിരുന്നു. അപ്പൊ ഈ ചരിത്ര ബന്ധത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മോദി അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുകയും, അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ കുവൈറ്റ് ടൈംസില് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്സിന്റെ ഹെഡ് മോദിയുടെ സന്ദർശനത്തിനോട് അനുബന്ധിച്ച് ഒരു പ്രത്യേക ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനത്തിൽ അവർ പറയുന്നത്, ഈ പിന്നെ കോവിഡ് കാലഘട്ടത്തിൽ കുവൈറ്റിലേക്ക് ഏറ്റവും കൂടുതൽ വാക്സിനും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും ഇന്ത്യയിൽ നിന്നാണ് അയച്ചത്. തിരിച്ച് കുവൈത്തിൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ഉണ്ടായിരുന്നു. അപ്പൊ കുവൈറ്റിൽ നിന്നും ഇന്ത്യക്ക് ഓക്സിജൻ ലഭിച്ചു.
അപ്പൊ ഈ കോവിഡ് രണ്ട് കാലത്ത്. രാജ്യങ്ങളും കോവിഡ് കാലത്ത്, അപ്പൊ കോവിഡ് അതെ. കാലത്ത് ഇന്ത്യ കുവൈറ്റ് സഹകരണം ആ. എത്രമാത്രം ശക്തമായിരുന്നുവെന്ന് ആ, ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ അവിടുത്തെ പത്രങ്ങളിൽ വന്നു. ഉം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അതുപോലെ തന്നെ അദ്ദേഹം അവിടുത്തെ ലേബർ ക്യാമ്പിൽ പോയതിനൊരു പ്രാധാന്യമുണ്ട്. എന്താണെന്ന് ഉം. വെച്ചാൽ ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ, ഇന്ത്യൻ ഉം. തൊഴിലാളികളുടെ അവിടെ കിട്ടേണ്ട ബഹുമാനം, ഇതൊക്കെ മോദിയുടെ അവിടുത്തെ സന്ദർശനത്തിനോടുകൂടി അവിടെ ഇന്ത്യ ഒന്ന് ഊന്നി പറയുകയാണ് ചെയ്തത്. ഉം. ഉം. മനസ്സിലായോ? അപ്പം ഉം. ഈ മറ്റു മേഖല, അതായത് വെറും സാമ്പത്തിക അല്ലെങ്കിൽ മറ്റൊരു ബന്ധങ്ങൾ, ആ, പുതിയ കരാറുകളിൽ ഏർപ്പെടുക, ഇതിലൊന്നും മാത്രമല്ല, ഇന്ത്യയിലെ അതെ. അവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലും എന്റെ ശ്രദ്ധ ഉണ്ടാകും എന്നൊരു സൂചനയാണ് അദ്ദേഹം കൊടുത്തത്. അതെ. നിങ്ങൾക്കറിയാം, പിന്നെ കുവൈറ്റിലെ ജോലി എടുക്കുന്ന ആൾക്കാരിലെ 30% തൊഴിലാളികൾ ആ. ഇന്ത്യൻ വംശജരാണ്. അവിടുത്തെ ആ. മൊത്തം ആ. ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ, ആ. അവിടെ താമസിക്കുന്നത് റെസിഡൻസിന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ ആ. ഏതാണ്ട് 21-നും 25-നും ഇടയ്ക്ക് ശതമാനം മൊത്തം അവിടുത്തെ താമസക്കാരിൽ ഇന്ത്യക്കാരുണ്ട്. പൗരന്മാരല്ല ഓ. ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ താമസിക്കുന്ന ആ. residents. ആ. ആ. അപ്പം ഇത്രയധികം ഇന്ത്യക്കാർ വസിക്കുന്ന ഒരു രാജ്യം, ഇത്രയധികം ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന രാജ്യം. അപ്പൊ നമ്മൾ കണക്കിലെടുക്കേണ്ട ഇന്ത്യയും UAE-യും തമ്മിൽ സ്പേസ് ഉൾപ്പെടെയുള്ള ഒരുപാട് മേഖലകളിൽ പുതിയ അതെ. സഹകരണത്തിനായിട്ടുള്ള പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞു. അപ്പം ഇത് ശരിക്കും കുവൈറ്റിനും സാധിക്കാം. കുവൈറ്റുമായിട്ടും ഇത്തരം കരാറുകളിൽ ഏർപ്പെടാനാണ് എന്ന സൂചനയാണ് മോഡി അവിടെ കൊടുത്തത്. സാങ്കേതിക ശാസ്ത്ര മേഖലകളിലെ സഹകരണത്തോടുകൂടി ഇന്ത്യ കുവൈറ്റ് ബന്ധം ദൃഢപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. അത് നമ്മുടെ സംസ്കാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതാണ് അദ്ദേഹം അവിടെ ശരിക്കും പറഞ്ഞാൽ രാമായണവും മഹാഭാരതവും തർജ്ജമ ചെയ്തവരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നിന്നും അദ്ദേഹം കൊടുത്ത സന്ദേശം ചോദിക്കും. ചേട്ടാ, ഞാൻ ഈ മോഡിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈനിൽ കണ്ട ഒരു വാർത്ത, ഈ കുവൈറ്റ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഇറക്കുമതി, വലിയ വില കൊടുത്ത് ഒരു സാധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല, നമ്മൾ വളരെ പരിഹാസത്തോടെയാണ് അതിനെ കാണുന്നത്. നമുക്ക് വേണ്ടാത്തൊരു സാധനമായിട്ടാണ് നമ്മൾ അതിനെ ചിത്രീകരിക്കുന്നത്. ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ ചാണകം, ഈ പശുവിൻ്റെ എരുമയുടെയൊക്കെ കാളയുടെയും ഒക്കെ ചാണകം ഉണ്ടല്ലോ, അതിൻ്റെ വിസർജ്യം, അത് വലിയ വില കൊടുത്ത് അവർ വാങ്ങുകയാണത്രേ. അത് എത്രയോ മെട്രിക് ടൺ ഇറക്കുമതി ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്ത് അതിനെ വളമാക്കി ഈന്തപ്പന തുടങ്ങിയ അവിടുത്തെ കൃഷിക്ക് ഉപയോഗിക്കുകയാണ്. ഇത് എത്രയോ കാലമായിട്ട് തുടരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. വലിയ തോതിൽ, വലിയ അളവിൽ അവർ ഈ ചാണകം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ മോഡിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്തയും പുറത്തു വന്നത്. അങ്ങേക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറയാനുണ്ടോ? പ്രശാന്ത് ഈ പറയുന്നത് കേൾക്കുമ്പം പിന്നെ മോഡി വിരുദ്ധർ ഇപ്പൊ പറയാൻ പോകുന്നത് ക്ഷീരമുള്ളവർ അകിടും വീട്ടിലും ചാണകം തന്നെ ചിലർക്ക് കൗതുകാന്ന് അവർ ചിലപ്പോൾ കളിയാക്കിയേക്കാം. പക്ഷെ ചാണകത്തിനും വളം എന്നുള്ള നിലയ്ക്ക്, ഒരു ജൈവ വളം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അതിനും അതിൻ്റെതായ പ്രസക്തി ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അത് കുറച്ചുകൂടെ ഈ കൃത്രിമമായ സാഹചര്യങ്ങളിൽ ജീവിക്കാത്ത പശുക്കളാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ വരുന്ന ചാണകമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവര് അത് ഈന്തപ്പനയ്ക്കും മറ്റ് കൃഷിക്കും വേണ്ടിയിട്ട് അത് ഇറക്കുമതി ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ ഇന്ത്യ ഏറ്റവും കൂടുതൽ വിദേശത്തോട്ട് കയറ്റുമതി ചെയ്യുന്നത് ചാണകമൊന്നുമല്ല. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് പെട്രോളിയം വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. ഈ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുമെങ്കിലും അത് റിഫൈൻ ചെയ്തിട്ട് ഡീസല്, പെട്രോള് അങ്ങനെ വിവിധമായിട്ട് മാറ്റാനുള്ള അത്ര റിഫൈനറികളൊന്നും ഗൾഫിലൊന്നുമില്ല. അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഈ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ റിഫൈനറികളിൽ അത് റിഫൈൻ ചെയ്ത് വിവിധ ഉൽപ്പന്നങ്ങളായിട്ട്, വാല്യൂ ആഡഡ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റി തിരിച്ച് അവർക്ക് തന്നെ കൊടുത്ത് നമ്മൾ പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു കയറ്റുമതി. പിന്നെ ഒന്ന് എഞ്ചിനീയറിംഗ് ഗുഡ്സ്, പിന്നെ ഗൾഫിലേക്ക് ധാന്യങ്ങള്, അതുപോലെ തന്നെ മറ്റ് പിന്നെ ഫുഡ് പ്രോഡക്ട്സ്, മത്സ്യം, അതുപോലെ ഇറച്ചി, ഇതെല്ലാം ഇന്ത്യയിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യയും ഗൾഫും തമ്മിലുള്ള ഒരു ബന്ധം പലരും വിചാരിക്കുന്നത് പോലെ അവിടെ നമ്മൾ പോയി ജോലി ചെയ്യുക മാത്രമല്ല, യഥാർത്ഥത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ നിക്ഷേപകരും ഇന്ത്യക്കാരാണ്. നമ്മൾ നോക്കിയാൽ ഇപ്പൊ ലുലുവിലെ ശ്രീ യൂസഫ് അലി തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ മാളുകൾ ഗൾഫിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഗൾഫിലെ ഹെൽത്ത് കെയർ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ആശുപത്രികളാണ്. ഇപ്പം ആസാദ് മൂപ്പന, അതുപോലെ എത്രയോ ബദറൽ കാസർഗോഡുകാരായിട്ടുള്ള മുഹമ്മദ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അവർ ചേർന്ന് നടത്തുന്നത്. അപ്പൊ ഇന്ത്യക്കാരാണ് ഗൾഫിലെ ഏറ്റവും വലിയ നിക്ഷേപകരും. നമ്മളാണ് അവിടെ ജോലി ചെയ്യുന്നത്, പക്ഷെ അവിടെ നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്.
അപ്പം ഇന്ത്യയും ഗൾഫും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത് രണ്ട് കൂട്ടർക്കും പരസ്പരം ഒരിക്കലും നമുക്ക് അറബികളെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല, അറബികൾക്ക് അവർക്ക് ഇന്ത്യക്കാരെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അതെ കാരണം ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് എല്ലാ ഇന്ത്യക്കാരും അറബികളെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എല്ലാ അറബികളും ഇന്ത്യക്കാരെ കണ്ടിട്ടുണ്ട്. ആ മനസ്സിലായോ? അത് ആ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇന്ത്യക്കാരുണ്ട്. അത് ആ കാരണം ഇന്ത്യക്കാരെ കാണാത്ത ഒരു അറബിയില്ല അറേബ്യയിൽ. ആ ആ. അപ്പൊ GCC-യിൽ ഈ ബന്ധം എന്ന് പറയുന്നത് ഇന്ത്യയും ഗൾഫും തമ്മിലുള്ള ബന്ധം എക്കാലത്തെ ഒരു ബന്ധമാണ്. അത് ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റില്ല. അത് നരേന്ദ്രമോദിയാണ് യഥാർത്ഥത്തിൽ അത് പുതിയ മാനങ്ങളിലേക്ക് കൊണ്ടുപോയത്. അത് നമ്മുടെ അഭിമാനം ഊട്ടിയുറപ്പിച്ച് നമ്മൾ നല്ല കാലിൽ നിന്നുകൊണ്ട് ആ തുല്യ ടേംസിൽ അവർക്ക് കൈപിടിച്ചു കഴിഞ്ഞു. അതാണ് മോഡിയുടെ വിജയം. എന്തായാലും ചേട്ടാ, ഇതാണ് ഈ എനിക്ക് തോന്നുന്നത്. ഗൾഫ് നാടിനെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ വലിയ തോതിലുള്ള വ്യാജ പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനെല്ലാം ഒരു മറുമരുന്നാണ് മോദിയുടെ സന്ദർശനം. പ്രത്യേകിച്ച് ഈ കുവൈറ്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ 2 ദിവസത്തെ സന്ദർശനം. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ, ഭാരതമെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടാറുണ്ട്. വാസ്തവത്തിൽ ഉം. അങ്ങനെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ, വിദേശ രാജ്യങ്ങളിൽ പോയാൽ തല ഉയർത്തി നിൽക്കാൻ, ഞാൻ ഭാരതത്തിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞ് തല ഉയർത്തി നിൽക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിമാരിൽ അതിൽ ഏറ്റവും മുമ്പൻ നരേന്ദ്രമോദിയാണെന്ന് തന്നെ പറയാം, അല്ലേ? തീർച്ചയായിട്ടും